ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞൊരു 2 ആഴ്ച മുന്നേ നമ്മൾ ഒരു സ്റ്റുഡൻറ്റ് വിസേനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് എൻക്വയറി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്രയും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കൂടുതൽ എൻക്വയറീസും കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് വഴി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വന്ന എൻക്വയറീസ് എല്ലാം ഞാൻ മെസ്സേജായിട്ടും അതുപോലെ തന്നെ കോൾ ചെയ്തിട്ടാണെങ്കിലും അവർക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മാൾട്ടയിലേക്ക് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് ഈ വീഡിയോ മസ്റ്റായിട്ടും കണ്ടിരിക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. നിങ്ങളുടെ സംശയങ്ങൾക്കും എല്ലാത്തിനുമുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഇതുവരെ വന്നിട്ടുള്ള എൻക്വയറീസ് ഓരോന്നായിട്ട് എടുത്ത് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഫസ്റ്റത്തെ എൻക്വയറി എടുക്കാം. ഫസ്റ്റത്തെ എൻക്വയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻറ്റ് വിസ റിജക്ഷൻ ആണ്. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് സ്റ്റുഡൻറ്റ് വിസ റിജക്ഷനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എൻ്റെ ഇതിനു മുമ്പുള്ളൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് വന്ന എൻക്വയറീസിൽ ആദ്യത്തെ 2 എൻക്വയറി ഈ ഒരു ടോപ്പിക്ക് റിലേറ്റഡ് ആണ്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്ന് മാൾട്ടയിലേക്ക് വരാൻ നിൽക്കുന്ന കുട്ടികൾ നമ്മളെ വിളിച്ചിട്ടും അതുപോലെ തന്നെ മെസ്സേജ് അയച്ചും ചോദിച്ചതാണ്, ചേട്ടാ എൻ്റെ സ്റ്റുഡൻറ്റ് വിസ ഞാൻ മാൾട്ടയ്ക്ക് അപ്ലൈ ചെയ്തിട്ട് റിജക്ഷനായി, ഞാൻ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതുപോലെ തന്നെ 2, 3 പേരും നമ്മളോട് അങ്ങനെ മെസ്സേജ് അയച്ച് ഈ ഒരു സെയിം ഇഷ്യൂ തന്നെ ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ എഞ്ചിനീയർ നാട്ടിൽ പാസ്സായിട്ടുള്ള ഒരാൾ മാൾട്ടയിലേക്ക് വരാൻ വേണ്ടി മാത്രം കാരിയർ കോഴ്സ് പഠിക്കാനായിട്ടൊരു കോഴ്സ് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക, നമ്മളുടെ വിസ ഇവിടെ വെക്കുന്ന സമയത്ത് അവർ തന്നെ ചിന്തിക്കും, നമ്മൾക്ക് ഓൾറെഡി നാട്ടിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ ഒരാൾ അതിലും കുറഞ്ഞ ഡിഗ്രിയുള്ള ഒരു കോഴ്സ് എടുത്ത് ഇവിടെ പഠിക്കുന്നത്? അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ ഗ്യാപ്പ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മാൾട്ടയിൽ സ്റ്റുഡൻറ്റ് വിസയ്ക്ക് വെക്കുമ്പോഴും ഈ എഡ്യൂക്കേഷൻ ഗ്യാപ്പൊന്നും വലിയ പ്രശ്നമൊന്നും അല്ലെങ്കിൽ പോലും നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ വളരെ നല്ല രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അതിനകത്ത് വർക്ക് എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളോ ആഡ് ചെയ്യാം. അതൊന്നും ഇല്ലാണ്ട് വെക്കുമ്പോൾ നമുക്ക് വിസ റിജക്ഷൻ വരാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് SOP. SOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ SOP സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ പഠിക്കാനാണ് വരുന്നതെങ്കിൽ നമ്മളുടെ ഉദ്ദേശം പഠിത്തം മാത്രമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മളിവിടെ ജോലിക്ക് കയറാനല്ല നമ്മുടെ പ്ലാൻ. നമ്മുടെ പ്രൈമറി ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി വരുന്നു. ഇവിടുത്തെ കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂറോപ്പിലേക്ക് വരുന്നത്. സോ ഒബ്വിയസ്ലി പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ പോയി അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കാനാണ് നമ്മളുടെ പ്ലാൻ എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. അപ്പോൾ ആ ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, നിങ്ങൾ മാൾട്ടയിൽ തന്നെ നിങ്ങൾ പഠിത്തം കഴിഞ്ഞാലും ജോലിക്ക് കയറും എന്നവർക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വിസ ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ വിസ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് വേണം അവരോട് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളോട് നിങ്ങൾ പഠിക്കുന്ന കോളേജ് ഏതാണ്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സ് ഏതാണ്, നിങ്ങൾ പഠിക്കുന്ന കോഴ്സിൻ്റെ സബ്ജക്റ്റ് എന്തൊക്കെയാണ്, അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അവർ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ വക കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളൊന്ന് പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ മാൾട്ടയുടെ ആ ഒരു കൾച്ചറിനെക്കുറിച്ചും ഈ ഒരു രാജ്യത്തിനെക്കുറിച്ചും നിങ്ങൾ ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം. കാരണം ഇൻ്റർവ്യൂവിന് പോണ സമയത്ത് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം ഇൻ്റർവ്യൂവിന് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വഴി നിങ്ങളുടെ വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിനെല്ലാം പുറമെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ തന്നെ എല്ലാം ഒന്ന് ക്രോസ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. എല്ലാ ഡോക്യുമെൻറ്റ്സും കറക്റ്റാണോ, നിങ്ങൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റാണോ, എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നിങ്ങൾ തന്നെ എല്ലാ കാര്യങ്ങളും വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങളുടെ പേപ്പറിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസസും വളരെയധികം കുറയും. അപ്പോൾ രണ്ടാമത്തെ നമ്മളുടെ എൻക്വയറി എന്ന് പറയുന്നത്, സ്റ്റുഡൻറ്റ് വിസയിൽ മാൾട്ടയിൽ എത്തിക്കഴിയുമ്പോൾ പാർട്ട് ടൈം കിട്ടുമോ? അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ചേട്ടാ ഞാൻ മാൾട്ടയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പാർട്ട് ടൈം ചെയ്യാൻ പറ്റുമോ? ഞാൻ നാട്ടിൽ നിന്നും ഇത്ര എമൗണ്ട് ലോൺ എടുത്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ അത്യാവശ്യം ഫൈനാൻഷ്യലി ഓൾറെഡി പ്രോബ്ലംസും കാര്യങ്ങളും ഒരുപാടുണ്ട്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് പാർട്ട് ടൈമിന് കയറാൻ പറ്റിയില്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടാവും എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യനൊക്കെ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നിങ്ങൾ അന്വേഷിക്കുക നല്ല രീതിയിൽ. നിങ്ങൾക്ക് എന്തായാലും പാർട്ട് ടൈം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എടുക്കുന്ന എഫേർട്ട് എത്രത്തോളം ഉണ്ടോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്ന്
ജസ്റ്റ് ഒരു കടയിൽ കൊണ്ടുപോയി ഒരു സിവി കൊടുത്തു. അവിടുന്ന് വിളിച്ചില്ല എന്നും പറഞ്ഞിട്ട് പിന്നെ സിവി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പാർട്ട് ടൈം കിട്ടാൻ പോണില്ല. പക്ഷേ നിങ്ങളിവിടെ വന്നിട്ട് നിങ്ങൾ എല്ലാ റെസ്റ്റോറന്റിലും അതുപോലെ ഒരുപാട് ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കേറി ഇറങ്ങി കുറച്ച് കഷ്ടപ്പെട്ട് നിങ്ങൾ സിവിയും കാർഡും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ് മാൾട്ടയിൽ വന്ന ഉടനെ തന്നെ ജോലിക്ക് കയറാമെന്നൊന്നും ആരും വിചാരിക്കരുത്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡും കാര്യങ്ങളൊക്കെ ആവാനായിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 2 ടു 3 മാസമൊക്കെ എന്തായാലും പിടിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ഐഡി മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്ത് അവിടുന്ന് നമുക്ക് ടിആർസി കാർഡ് കിട്ടണം. ടെമ്പററി റെസിഡൻസ് കാർഡ്. അത് സ്റ്റുഡന്റ് വിസയിൽ വരുന്നവർക്ക് സ്റ്റുഡന്റ് വിസയായിട്ടാണ് അത് കിട്ടുന്നത്. അപ്പോൾ ആ സ്റ്റുഡന്റ് വിസയിൽ ആ സ്റ്റുഡന്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിച്ച് സെക്കൻഡറി പെർമിറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഈ സെക്കൻഡറി പെർമിറ്റ് കിട്ടാനും എടുക്കും അത്യാവശ്യം ഒരു ടൈം. ഒരു മാസമൊക്കെ എടുക്കുമെന്ന് നമുക്കിപ്പോൾ വിചാരിക്കാം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് മനസ്സിൽ കണ്ടുകൊണ്ട് വേണം നാട്ടിൽ നിന്ന് ഇവിടെ വരാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നും മാൾട്ടയിലേക്ക് വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസം നിങ്ങൾക്ക് ഇവിടെ സർവൈവ് ചെയ്യാനുള്ള പൈസ നിങ്ങൾ കയ്യിൽ കരുതിയിരിക്കണം. അങ്ങനെ കരുതാത്ത പക്ഷം നിങ്ങൾ നാട്ടിൽ നിന്നും വീണ്ടും പൈസ അയക്കേണ്ടി വരും. കാരണം പാർട്ട് ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് ലീഗലായിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇല്ലീഗലായിട്ട് പാർട്ട് ടൈം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോബ് പ്ലസിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഒരുപാട് ഇവിടെ നടക്കുന്നുണ്ട്. ചെക്കിങ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുക. അതുകൊണ്ട് ആ വക കാര്യങ്ങളെക്കുറിച്ചൊന്നും ആരും ഇപ്പോൾ ചിന്തിക്കരുത്. വന്നു കഴിഞ്ഞിട്ട് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തന്നെ ശ്രമിക്കുക. അപ്പം മാൾട്ടയിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇവിടുത്തെ ലോക്കലായിട്ടുള്ള ഒരു സിം എടുത്ത് അതുപോലെ തന്നെ യൂറോപാസ് സിവി നിങ്ങൾ എത്രയും പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യണം. ആ യൂറോപാസ് സിവി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ആ നമ്പർ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് ഇവിടുത്തെ എല്ലാ കടകളിലും ഷോപ്പുകളിലും കൊണ്ടുപോയി കൊടുക്കുക. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അവർക്ക് എംപ്ലോയർക്ക് ആ നമ്പറിൽ നിങ്ങളെ വിളിച്ച് ഈസി ആയിട്ട് കോൺടാക്ട് ചെയ്യാനും അതുവഴി തന്നെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ ആരും വളരെ എളുപ്പത്തിൽ തന്നെ ജോലി കിട്ടാമെന്നൊന്നും വിചാരിക്കരുത്. കഷ്ടപ്പെടണം. അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തന്നെയാണ് മാൾട്ടയിൽ ഇന്നത്തെ സിറ്റുവേഷനിൽ ജോലിയും പാർട്ട് ടൈമും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുപോലെ തന്നെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ജോബ് അസിസ്റ്റൻസും കാര്യങ്ങളും നമുക്കറിയാവുന്ന ജോബോ കാര്യങ്ങളോ പാർട്ട് ടൈമോ എന്തെങ്കിലും വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലും എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നതാണ്. സോ മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പിന്നെ അത്രയൊക്കെ ഉള്ളൂ. മാൾട്ടയിലെ പുതിയ വിശേഷങ്ങളും ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.